നമസ്കാരം. മലനാടൻ വോയിസിലേക്ക് സ്വാഗതം. രാജ്യത്തിന്റെ 80ാം സ്വാതന്ത്ര്യ ദിനാഘോഷത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ചയായി മാറിയത് ഇന്ത്യയുടെ ദേശീയ ഗീതമായിരുന്നു. വന്ദേ മാതരത്തിന്റെ പൂർണ്ണരൂപം ഔദ്യോഗിക ചടങ്ങുകളിൽ ആലപിക്കണം എന്ന കേന്ദ്ര സർക്കാർ നിലപാടിനെ ചൊല്ലി രാഷ്ട്രീയ പാർട്ടികൾക്കിടയിൽ രൂക്ഷമായ അഭിപ്രായ വ്യത്യാസമാണ് ഉയർന്നു വന്നത്. വന്ദേ മാതരത്തിന്റെ മുഴുവൻ ചരണങ്ങളും ആലപിക്കുന്നതിനെ CPIM ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികൾ എതിർത്തപ്പോൾ BJP ഉൾപ്പെടെയുള്ള പാർട്ടികൾ പൂർണ്ണരൂപത്തെ പിന്തുണയ്ക്കുകയാണ് ചെയ്തത്. വിവാദങ്ങൾക്കിടെ ഇന്ന് ചെങ്കോട്ടയിൽ നടന്ന 80ാം സ്വാതന്ത്ര്യ ദിനാഘോഷത്തിൽ ചരിത്രത്തിൽ ആദ്യമായി വന്ദേ മാതരത്തിന്റെ 6 ചരണങ്ങളുള്ള പൂർണ്ണരൂപം ആലപിക്കപ്പെട്ടു. തുടർന്ന് ദേശീയഗാനമായ ജനഗണമനയും ആലപിച്ചു. ഇതോടെ വന്ദേ മാതരത്തിന്റെ പൂർണ്ണരൂപം ഔദ്യോഗിക ചടങ്ങുകളുടെ ഭാഗമാക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ കൂടുതൽ ശക്തമായി മാറിയിരിക്കുകയാണ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ വന്ദേ മാതരത്തിന് നിർണായക സ്ഥാനമാണുള്ളത്. ബങ്കിം ചന്ദ്ര ചാറ്റർജി രചിച്ച ഈ ഗാനം ബ്രിട്ടീഷ് വിരുദ്ധ പോരാട്ടത്തിന് വലിയ പ്രചോദനമായി മാറിയിരുന്നു. എന്നാൽ വന്ദേ മാതരത്തിന്റെ എല്ലാ ചരണങ്ങളും ഒരേ ഉള്ളടക്കമുള്ളവയല്ല. ആദ്യ 2 ചരണങ്ങളിൽ മാതൃഭൂമിയുടെ പ്രകൃതിയും സമൃദ്ധിയും സൗന്ദര്യവുമാണ് പ്രധാനമായും പ്രതിപാദിക്കുന്നത്. എന്നാൽ പിന്നീടുള്ള ചരണങ്ങളിൽ ദുർഗ, ലക്ഷ്മി, സരസ്വതി തുടങ്ങിയ ഹിന്ദു ദൈവിക രൂപങ്ങളുമായി മാതൃഭൂമിയെ ബന്ധിപ്പിക്കുന്ന പരാമർശങ്ങൾ ഉൾപ്പെട്ടിരിക്കുന്നു. ഇതായിരുന്നു പൂർണ്ണരൂപം പൊതുവേദികളിൽ ആലപിക്കുന്നതുമായി ബന്ധപ്പെട്ട ചരിത്രപരമായ ആശങ്കകൾക്ക് പ്രധാനമായ കാരണം. 1937 കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി വിഷയം പരിഗണിച്ചപ്പോൾ ദേശീയ പ്രസ്ഥാനത്തിന്റെ പൊതുവേദികളിൽ വന്ദേ മാതരത്തിന്റെ ആദ്യ 2 ചരണങ്ങൾ മാത്രം ആലപിക്കുന്നതാണ് ഉചിതമെന്ന നിലപാട് സ്വീകരിച്ചിരുന്നു. വിവിധ മതവിഭാഗങ്ങളെ ഉൾക്കൊള്ളുന്ന സ്വാതന്ത്ര്യ സമരത്തിൽ മതപരമായ തർക്കങ്ങൾ ഒഴിവാക്കുക എന്നതായിരുന്നു ഇതിനു പിന്നിലെ പ്രധാന പരിഗണന. പിന്നീട് 1950 ജനുവരി 24-ന് ഭരണഘടനാ സഭാ അധ്യക്ഷൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് വന്ദേ മാതരത്തിന് ജനഗണമനയ്ക്ക് തുല്യമായ ബഹുമാനം നൽകും എന്ന് പ്രഖ്യാപിച്ചു. എന്നാൽ ഇപ്പോൾ കേന്ദ്ര സർക്കാർ വന്ദേ മാതരത്തിന്റെ പൂർണ്ണരൂപം ഔദ്യോഗികമായി മുൻപോട്ടേക്ക് കൊണ്ടുവന്നതോടെ ആ ചരിത്രപരമായ സമീപനം വീണ്ടും ചർച്ചയായി മാറുകയാണ്. ഒരു ബഹുമത രാജ്യത്തിന്റെ ഔദ്യോഗിക ദേശീയ ഗീതത്തിൽ ഒരു പ്രത്യേക മതത്തിന്റെ ദൈവിക പ്രതീകങ്ങൾ ഉൾപ്പെടുന്ന ഭാഗങ്ങൾ നിർബന്ധമായും പൊതുചടങ്ങുകളുടെ ഭാഗമാക്കി മാറ്റുന്നത് ഇന്ത്യയുടെ മതേതര സ്വഭാവത്തെ ദുർബലപ്പെടുത്തും എന്നതിൽ സംശയമില്ല. കാരണം ദേശീയ ഗീതം ഒരു ഭൂരിപക്ഷ മതത്തിന്റെ മാത്രം വിശ്വാസത്തെയല്ല, രാജ്യത്തിന്റെ മുഴുവൻ പൗരന്മാരെയും പ്രതിനിധീകരിക്കേണ്ടതാണ്. ഒരു മുസ്ലിമിനോ ക്രിസ്ത്യാനിക്കോ മറ്റേതെങ്കിലും മതവിശ്വാസിക്കോ തന്റെ മതവിശ്വാസത്തിന് വിരുദ്ധമായി തോന്നുന്ന വരികൾ ഒരു ദേശീയ ചടങ്ങിൽ ആലപിക്കേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാകുന്നത് എല്ലാ മതങ്ങൾക്കും തുല്യസ്ഥാനം എന്ന ഇന്ത്യയുടെ മതേതര ആശയത്തിന് വിരുദ്ധമായ സന്ദേശം നൽകും എന്ന വിമർശനമാണ് പ്രധാനമായും ഉയർന്നു വരുന്നത്. ഇന്നത്തെ വിവാദം ഒരു ഗാനത്തിന്റെ ആലാപനത്തെക്കുറിച്ചുള്ള തർക്കം മാത്രമല്ല, സ്വാതന്ത്ര്യ സമരത്തിന്റെ ചരിത്രത്തെ ബഹുമാനിക്കുമ്പോൾ തന്നെ ഇന്ത്യയുടെ മതേതര സ്വഭാവവും ബഹുസ്വരതയും എങ്ങനെ സംരക്ഷിക്കണം എന്നതാണ് യഥാർത്ഥ ചോദ്യം. വന്ദേ മാതരം സ്വാതന്ത്ര്യ സമരത്തിന്റെ ചരിത്രമാണ്. അതിന്റെ ദേശീയ പ്രാധാന്യം ചോദ്യം ചെയ്യേണ്ടതേയില്ല. പക്ഷേ അതിന്റെ പൂർണ്ണരൂപം ഔദ്യോഗികമായി മുൻപോട്ടേക്ക് കൊണ്ടുവരുന്നത് ഇന്ത്യയുടെ മതേതര സ്വഭാവത്തെ ശക്തിപ്പെടുത്തുമോ അതോ ദുർബലപ്പെടുത്തുമോ എന്ന ചർച്ചയാണ് ഇപ്പോൾ രാജ്യത്ത് ഉയരുന്നത്. കാരണം ഇന്ത്യയുടെ ദേശീയത ഏതെങ്കിലും ഒരു മതത്തിന്റെ വിശ്വാസത്തിൽ അധിഷ്ഠിതമാകുന്നതല്ല. വ്യത്യസ്ത മതവിഭാഗങ്ങളുള്ള കോടിക്കണക്കിന് മനുഷ്യർക്ക് ഒരേ രാജ്യത്തിന്റെ പൗരന്മാരായി തുല്യ അവകാശത്തോടെ ജീവിക്കുവാൻ കഴിയുന്നതിലാണ്.